ഹായ് കൂട്ടുകാരെ, നമുക്കൊരു കഥ കേട്ടാലോ? ഇതാണ് നമ്മുടെ മിന്നാമിന്നി താഴ്വരയിലെ ഒരു ചെറിയ വനം. ഈ വനത്തിലെ ഒരു മന്ത്രവാദിയാണ് നമ്മുടെ ടോണി മുത്തശ്ശൻ. നിക്കൂ, എന്തോ ശബ്ദം കേട്ടു. അതെന്താ? അങ്ങനെ ഒരു ദിവസം മുത്തശ്ശനും ശിഷ്യന്മാരും വനത്തിലൂടെ നടക്കുമ്പോൾ അവർ ഒരു തിളങ്ങുന്ന വലിയ മുട്ട കണ്ടു. ഇത് നമുക്ക് എടുക്കാമോ? ഇത് ഏതെങ്കിലും നിധിയായിരിക്കുമോ? അതിനെ സൂക്ഷിച്ച് വണ്ടി വെക്കുക. നമ്മൾ ഉടൻ പോകണം. ആരും നമ്മളെ കാണരുത്. ഞാൻ വഴി നോക്കാം, സൂക്ഷിക്കണം. സൂക്ഷിച്ച് ആ വാതിൽ കടന്ന് അങ്ങോട്ട് വെക്കുക. ഇവിടെ മതിയോ ഗുരുവേ? ഇവിടം സുരക്ഷിതമാണ്. അവർ ആ മുട്ട മുത്തശ്ശന്റെ വീട്ടിൽ കൊണ്ട് വെച്ച ശേഷം തിരിച്ചു വനത്തിലെ കോട്ടയിലേക്ക് പോയി. ആ സമയത്താണ് ടോണി മുത്തശ്ശന്റെ അനിയന്റെ മകൻ അപ്പു കൂട്ടുകാരുമൊത്ത് മുത്തശ്ശന്റെ വീട്ടിലേക്ക് വരുന്നത്. അവർ വന്നു കയറിയതും കണ്ടത് ഒരു മുട്ടയാണ്. എന്തൊരു മുട്ടയാണ് ഇത്? എവിടെ നിന്ന് വന്നു? ചിലപ്പോ ഇത് ടോണി മുത്തച്ഛന്റേതാവാം. എന്തു തരം മുട്ടയായിരിക്കും ഇത്? നോക്കൂ, അത് പൊട്ടുന്നു. ഇത് വിരിഞ്ഞു. ഒരു ഡ്രാഗൺ. ഹായ്, ഇതൊരു ഡ്രാഗൺ അല്ലേ? മുത്തച്ഛ, ഇത് എവിടെ നിന്ന് കിട്ടി? നമുക്കിത് വീട്ടിലേക്ക് കൊണ്ടുപോയാലോ? മോനെ, നീ ഇതിനെ എന്താ ചെയ്യാൻ പോകുന്നത്? അപ്പൂപ്പൻ അറിഞ്ഞാ നീ എന്ത് ചെയ്യും? അപ്പൂപ്പന് മുട്ടയിലുള്ള എന്ത് ജീവിയാന്ന് അറിയാൻ വഴിയില്ല. അഥവാ വന്നു നോക്കുമ്പോ ഒന്നും കണ്ടില്ലെങ്കിൽ അപ്പൂപ്പൻ ഓർത്തോളും മുട്ട വിരിഞ്ഞു ആ ജീവി രക്ഷപ്പെട്ട് കാണുമെന്ന്. അപ്പു, നീ ഇതിനെ എവിടെ വളർത്തും? അതൊക്കെയുണ്ട്. എന്നാൽ നിങ്ങൾ പോയി വരും, ഞാൻ പോവുകയാണ്. ഉണ്ടായിരുന്ന ഡ്രാഗണെ എടുത്തുകൊണ്ട് അപ്പു വനത്തിൽ തന്നെ താമസിക്കുന്ന എൽസ എന്ന പെൺകുട്ടിയുടെ അടുത്ത് പോയി. അവൻ എൽസയ്ക്ക് ആ ഡ്രാഗണെ സമ്മാനമായി കൊടുത്തു. ഞങ്ങൾ ചേച്ചി കൊണ്ടുവന്ന സമ്മാനമാണിത്. നിനക്ക് എവിടെ നിന്ന് കിട്ടി ഈ ഡ്രാഗണിനെ? അതൊക്കെ കിട്ടി. ചേച്ചിക്ക് ആരും ഇല്ലാത്തല്ലേ, ഞാൻ കരുതി ചേച്ചി കൊണ്ടുവരാം. വളരെ മികച്ചതാ അപ്പു. അവനെ എനിക്ക് തന്നതിന് നന്ദി. എലൈസ, അവൻ ഇവിടെ ഉണ്ടെന്ന് പുറത്താരെ അറിയിക്കരുത് കേട്ടോ. ശരി, ഞങ്ങൾ പോകുന്നു. തിരിച്ചു പോകുന്ന വഴി അപ്പുവിനോട് കൂട്ടുകാർ എൽസയെ കുറിച്ച് ചോദിച്ചു. മുത്തശ്ശൻ അറിയാതെ എന്തിനാണ് നീ ആ ഡ്രാഗണെ എലിസയ്ക്ക് കൊടുത്തത്? നിങ്ങൾക്ക് ആർക്കും അറിയാത്ത ഒരു രഹസ്യമുണ്ട്. എന്റെ മുത്തശ്ശൻ ഒരു മാന്ത്രികനാണ്. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് എലിസയുടെ അച്ഛൻ ഒരു ഡ്രാഗണിനെ കണ്ടെത്തി. അതൊരു സാധാരണ ഡ്രാഗൺ ആയിരുന്നില്ല, മാന്ത്രിക ശക്തികളുള്ള ഒന്നായിരുന്നു. ഇതൊക്കെ നിന്നോട് ആരാ പറഞ്ഞത്? എന്റെ മുത്തശ്ശിയാണ് എന്നോട് പറഞ്ഞത്. പിന്നെ എന്ത് പറ്റിയപ്പു? എലിസയുടെ കുടുംബം ഇപ്പൊ എവിടെയാണ്? അവരങ്ങനെ സന്തോഷത്തോടെ ജീവിക്കുമ്പോ അങ്ങനെ അപ്പു എൽസയുടെ കഥ പറയാൻ തുടങ്ങി. എൽസയും അവളുടെ അച്ഛനും അമ്മയും ഈ വനത്തിലെ ഒരു വീട്ടിൽ സന്തോഷത്തോടെ താമസിക്കുകയായിരുന്നു. എൽസയുടെ അച്ഛൻ ഒരു ദിവസം കാട്ടിലേക്ക് പോയപ്പോൾ അവിടെ നിന്ന് സ്വർണ്ണ നിറമുള്ള ഒരു വെളുത്ത ഡ്രാഗണെ കിട്ടി. അയാൾ ഡ്രാഗണെ എടുത്തുകൊണ്ട് വീട്ടിലേക്ക് പോയി തന്റെ ഭാര്യയെയും മകളെയും കാണിച്ചു കൊടുത്തു. എൽസയെ കണ്ടതും ഡ്രാഗൺ അവളുമായി പെട്ടെന്ന് കൂട്ടായി. അങ്ങനെ എൽസയുടെ അച്ഛൻ ഡ്രാഗണ് ഒരു ചെറിയ കൂട് നൽകി. ഡ്രാഗൺ ഉറങ്ങിയ ശേഷം അവർ വീട്ടിലേക്ക് പോയി. പിറ്റേന്ന് രാവിലെ പുറത്തേക്ക് വന്ന അവർ അത്ഭുതപ്പെട്ടുപോയി. ഒറ്റ രാത്രി കൊണ്ട് ഡ്രാഗൺ വലുതായിരിക്കുന്നു. എൽസ ഡ്രാഗന്റെ അടുത്ത് ചെന്ന് അതിനെ തലോടി. പെട്ടെന്ന് ഡ്രാഗൺ അവരെ പുറത്ത് കയറ്റി പറക്കാൻ തുടങ്ങി. അവർ ആകാശത്തേക്ക് പറന്നുയർന്നു. അങ്ങനെ അവർ പതുക്കെ ഒരു തടാകത്തിനടുത്തേക്ക് വന്നു. അച്ഛൻ ഡ്രാഗൺ വെള്ളത്തിൽ നിന്ന് മീൻ പിടിച്ചു കൊടുത്തു. ആ സമയത്ത് ഒരു മന്ത്രവാദി ഡ്രാഗണെ കാണാനിടയായി. ഡ്രാഗണെ തന്റെ അടിമയാക്കാം എന്ന വിചാരത്തിൽ അയാൾ അവരുടെ അടുത്തേക്ക് വന്ന് ആക്രമിക്കാൻ തുടങ്ങി. ഡ്രാഗൺ പെട്ടെന്ന് തീ തുപ്പി അയാളെ തെറിപ്പിച്ച ശേഷം അവരുമായി ആകാശത്തേക്ക് പറന്നു. മന്ത്രവാദി പുറകെ ഓടിയെങ്കിലും അവരെ പിടിക്കാനായില്ല. മുത്തശ്ശൻ ആള് ചെറുതാണെങ്കിലും അയാൾക്ക് പെട്ടെന്ന് വലിപ്പം വയ്ക്കാൻ കഴിയും കേട്ടോ. ഒരു ദിവസം ഡ്രാഗൺ തന്റെ മുട്ട എൽസയുടെ അച്ഛനെ കാണിച്ചു കൊടുത്തു. ഇതെന്റെ മുട്ടയാണ്, ഞാനിതിവിടെ സൂക്ഷിക്കുകയാണ്. ആരെങ്കിലും ഇത് കണ്ടെത്തുകയില്ലേ? ഇല്ല, വിരിയാൻ 2 ദിവസം മുൻപ് മാത്രമേ ഇത് മറ്റുള്ളവർക്ക് ദൃശ്യമാകൂ. ശേഷം ഡ്രാഗൺ പറഞ്ഞു, എന്നെ പിടിക്കാൻ അയാൾ വരും, പക്ഷേ എന്റെ മുട്ട അയാൾക്ക് കിട്ടരുത്. അത് കിട്ടിയാൽ അയാൾ എന്റെ കുഞ്ഞിനെ അടിമയാക്കും. അതും പറഞ്ഞ് അവർ ആകാശത്തേക്ക് പറന്നു. ഒരു ദിവസം മന്ത്രവാദി ഡ്രാഗണെ തിരഞ്ഞുകൊണ്ട് അവരുടെ വീട്ടിലെത്തി. ഡ്രാഗൺ അവിടെ നിങ്ങൾ ആരാണ്? നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? ഞാൻ ഈ കാട്ടിലെ മന്ത്രവാദിയാണ്. നിങ്ങളുടെ കയ്യിലുള്ള ആ ഡ്രാഗൺ എനിക്ക് വേണം. എനിക്ക് ആ ഡ്രാഗണിനെ വേണം. പുറത്തു പോ.
നിങ്ങൾക്ക് എന്നെ ഭയപ്പെടുത്താൻ കഴിയുമെന്ന് കരുതുന്നോ? എനിക്ക് ഈ ഡ്രാഗണെ വേണം. ഞാൻ അവനെ എന്റെ അടിമയാക്കും. ഇവൾ എന്റേതാണ്. അങ്ങനെ അവിടെ ഡ്രാഗണും മന്ത്രവാദിയും അയാളുടെ ശിഷ്യന്മാരും തമ്മിൽ വലിയ യുദ്ധം നടന്നു. യുദ്ധത്തിൽ ഡ്രാഗൺ മന്ത്രവാദിയുടെ മാന്ത്രിക വലയത്തിൽ അകപ്പെട്ടു പോയി. പക്ഷേ മകൾ എൽസ മാത്രം അന്ന് ആ കാട്ടിലൂടെ ഓട്ടി രക്ഷപ്പെട്ടു പോയി. അവസാനം ആ ദുഷ്ടൻ ആ കുടുംബത്തെയും മാന്ത്രിക വലയത്തിലാക്കി. മന്ത്രവാദി അവരുമായി അവിടെ നിന്ന് അപ്രത്യക്ഷനായി. പിന്നീട് അവരെ ആരും കണ്ടിട്ടില്ല. അങ്ങനെ അപ്പു കുട്ടികളോട് പഴയ അവന്റെ മുത്തശ്ശി പറഞ്ഞുകൊടുത്ത കഥ പറഞ്ഞു കഴിഞ്ഞു. ഇത് മാത്രമാണ് എനിക്ക് അറിയാവുന്നത്. എനിക്ക് എന്റെ മുത്തശ്ശനെയും ഒരുപാട് പേടിയാണ്. ആ ഡ്രാഗൺ മുത്തശ്ശന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട മുത്തശ്ശന്റെ അവസാനം ഉറപ്പാണ്. അത് തീർച്ചയാണ്. ഇനി നമുക്ക് ബാക്കി കഥ കേൾക്കാം. എൽസ അവൾക്ക് കിട്ടിയ ഡ്രാഗനുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആരാണ് നീ? എങ്ങനെ ഇവിടെ എത്തി? സാരമില്ല, നീ ഇനി എന്റെ കൂടെ ഉണ്ടാകും. ഞാൻ നിനക്കൊരു പേര് തരാം. ബെല്ല. ബെല്ലാന്ന് മതിയോ? എവിടേക്കാണ് പോകുന്നത്? പെട്ടെന്ന് ഡ്രാഗൺ പുറത്തേക്ക് പറന്നുപോയി. അവൾ പുറകെ ഓടി. തിരികെ വരൂ. അവൾ നോക്കിയപ്പോൾ ഡ്രാഗൺ കുഞ്ഞ് വലുതായി നിൽക്കുന്നു. അവൾ അടുത്തേക്ക് ചെന്നു. നിനക്ക് ഇത്ര വേഗം വളരാൻ കഴിഞ്ഞു. ഇതൊരു അത്ഭുതമാണ്. ഡ്രാഗനെ തടവിയതും ഡ്രാഗണ് പഴയ ചില കാര്യങ്ങൾ കാണാൻ സാധിച്ചു. പെട്ടെന്ന് ഓർമ്മ വന്ന കാര്യങ്ങൾ ഡ്രാഗൺ പെൺകുട്ടിയോട് എൽസ, പറഞ്ഞു. നീ ആരാണെന്ന് ഓർക്കുന്നുണ്ടോ? നിന്റെ കുട്ടിക്കാലം ഓർക്കുന്നുണ്ടോ? ബെല്ല, എനിക്കെല്ലാം ഓർമ്മയുണ്ട് ബെല്ല. നിന്നെ കിട്ടിയപ്പോൾ എനിക്ക് എന്റെ കുടുംബത്തെയാണ് ഓർമ്മ വന്നത്. പിന്നെ നിന്റെ അമ്മ ഡ്രാഗനെയും. ഡ്രാഗൺ പറഞ്ഞു, എൽസ സാരമില്ല, നമുക്ക് ഒരു ദിവസം അവരെ കണ്ടുപിടിക്കണം. ഇപ്പോൾ നമുക്ക് പറക്കാം വാ. നിന്നെ ഞാൻ കുറെ കാഴ്ചകൾ കാണിക്കാം. അങ്ങനെ എൽസയെ ബെല്ല ഡ്രാഗൺ ഒരു വെള്ളച്ചാട്ടത്തിലേക്ക് കൊണ്ടുപോയി. അവൾ ഒരുപാട് സന്തോഷത്തോടെ അവിടെ കളിച്ച് ചിരിച്ചു രസിച്ചു. ശേഷം അവൾ ബെല്ലയ്ക്ക് കഴിക്കാൻ വെള്ളത്തിൽ നിന്നും മീൻ പിടിച്ചു കൊടുത്തു. ശേഷം അവർ ആകാശത്തേക്ക് പറന്നു. ആ സമയത്താണ് നമ്മുടെ അപ്പുവും കുട്ടികളും കൂടി അപ്പൂപ്പനെ കാണാൻ മന്ത്രവാദിയുടെ കോട്ടയിലേക്ക് പോയത്. അവർ അകത്തേക്ക് കയറിയതും തടവിൽ കിടക്കുന്ന രണ്ടുപേരെ കണ്ടു. അവർ അങ്ങനെ ആ രഹസ്യം മനസ്സിലാക്കി. വർഷങ്ങളായി മന്ത്രവാദി തടവിലാക്കിയ എൽസയുടെ അച്ഛനെയും അമ്മയെയും അവർ കണ്ടുപിടിച്ചു. അവർ നേരെ എൽസയുടെ അടുത്തേക്ക് പോയി കാര്യങ്ങൾ പറഞ്ഞു. എൽസയും ബെല്ലയും കൂടി നേരെ ആ കോട്ടയിലേക്ക് പോയി. ഇവിടെയാണ് നിന്റെ അച്ഛനെയും അമ്മയും എന്റെ അമ്മയും ആ മന്ത്രവാദി പൂട്ടിയിട്ടിരിക്കുന്നത്. എന്നാൽ വാ, നമുക്ക് പതുക്കെ അകത്തേക്ക് പോയി നോക്കാം. എന്റെ മോളെ. അവസാനം അവർ കണ്ടുപിടിച്ചു. അങ്ങനെ ബെല്ല അവരെ തടവിൽ നിന്നും രക്ഷിച്ചു. എൽസയെ അവർ ചേർത്ത് പിടിച്ചു. പെട്ടെന്ന് ബെല്ല എൽസയുടെ അച്ഛനെയും അമ്മയെയും പഴയതുപോലെ ചെറുപ്പമാക്കി. ഓ, എന്തൊരു അത്ഭുതം! അച്ഛനും അമ്മയും ഇപ്പൊ ചെറുപ്പമായല്ലോ. ഇതെങ്ങനെ സാധിച്ചു? ഞാനാണ് ചെയ്തത്. ഞാനും എന്റെ അമ്മയും കാരണമല്ലേ നിങ്ങൾക്ക് ഇങ്ങനെ വന്നത്. നിങ്ങൾ യുവത്വമാകുക, മകളുടെ കൂടെ ജീവിക്കുക സന്തോഷത്തോടെ. ഇതെന്റെ ഡ്രാഗിയുടെ കുട്ടിയാണ് അല്ലേ? ഇപ്പോൾ നമ്മൾ ഒരുമിച്ച് നിന്റെ അമ്മയെ കണ്ടെത്തണം. അങ്ങനെ അവരോട് അവിടെ നിൽക്കാൻ പറഞ്ഞ് ബെല്ലയും എൽസയും കൂടി ബെല്ലയുടെ അമ്മ ഡ്രാഗനെ തപ്പി കണ്ടുപിടിച്ചു. അമ്മേ, മോളെ, നീയോ? നീ എങ്ങനെ വന്നു? എനിക്കറിയായിരുന്നു നീ എന്നെ തേടി വരുമെന്നൊരു ദിവസം. അതെ അമ്മേ. പെട്ടെന്ന് അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ വേറെ ഒരു ഡ്രാഗൺ വന്നു നമ്മുടെ വെള്ള ഡ്രാഗനെ കൂട്ടിൽ നിന്ന് രക്ഷിച്ചു. ആ ഡ്രാഗൺ ആരാണെന്ന് ചോദിച്ചപ്പോഴാണ് ആ ഡ്രാഗൺ പറയുന്നത്, നിങ്ങളെപ്പോലെ തന്നെ എന്നെയും ഒരു സമയത്ത് മന്ത്രവാദി ഇവിടെ തടവിലാക്കിയതാണ് എന്ന്. നീ എന്നെ ഇങ്ങോട്ട് എങ്ങനെയാ വന്നത്? മന്ത്രവാദി എന്നെയും ഇവിടെ വർഷങ്ങളോളം തടവിലാക്കി. വരൂ, നമുക്ക് അവരെ പോയി നോക്കാം. അങ്ങനെ അവർ മൂന്നുപേരും കൂടി നിൽക്കുമ്പോൾ എൽസയുടെ അച്ഛനും അമ്മയും വന്നു. നമുക്കവനെ കെട്ടിപ്പിടിക്കാം. അവർ സന്തോഷത്തോടെ നിൽക്കുമ്പോൾ ദുഷ്ടനായ ആ മന്ത്രവാദി അവരുടെ അടുത്തേക്ക് വന്നു. എന്നെ പറ്റിച്ചു പോകാമെന്ന് വിചാരിച്ചോ? എൽസയുടെ അച്ഛൻ പറഞ്ഞു, നിനക്ക് ഞങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്റെ എല്ലാ ഡ്രാഗണും ഇവിടെയുണ്ട്. അത് കേട്ട് ദേഷ്യം വന്ന മന്ത്രവാദി ഡ്രാഗണുമായി വലിയ യുദ്ധം തുടങ്ങി.
പ്രശ്നമാകാൻ തുടങ്ങിയതും ഒരു ഡ്രാഗൺ എൽസയെയും കുടുംബത്തെയും കൊണ്ട് പുറത്തേക്ക് പോയി. അങ്ങനെ അവസാനം മന്ത്രവാദിക്ക് ഡ്രാഗന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാനായില്ല. എല്ലാ ഡ്രാഗണും കൂടി മന്ത്രവാദിയെ തോൽപ്പിച്ചു. വിവരമറിഞ്ഞു വന്ന അപ്പുവും കൂട്ടുകാരും അത് നോക്കി നിന്നു. അവർ ആ കോട്ടയിൽ തന്നെ അയാളുടെ ശിഷ്യകളെ കൊണ്ട് തന്നെ ജയിലിൽ അടച്ചു. മന്ത്രവാദി എന്നോട് പൊറുക്കണം എന്ന് പറഞ്ഞു കരഞ്ഞു. പക്ഷേ അപ്പോൾ അപ്പു വന്നു പറഞ്ഞു, അപ്പൂപ്പൻ കുറച്ചുനാൾ അകത്ത് കിടക്കൂ, ഇത്രയും നാളും ചെയ്തതിനുള്ള ശിക്ഷയാണിത്. അങ്ങനെ നമ്മുടെ കുടുംബം 3 ഡ്രാഗണുകളുമായി സന്തോഷത്തോടെ ആകാശത്തേക്ക് പറന്നുയർന്നു.